Good morning. Question number 5. The purpose of the email to practitioner about infection control obligations is to. അതായത് the purpose of the email to practitioner. അതായത് ഇവിടെ ഈ ഇമെയിൽ പ്രാക്ടീഷണർക്ക് അയച്ചേക്കുന്നതിന്റെ പർപ്പസ് ഉദ്ദേശം എന്ന് പറയുന്നത് about infection control obligations is to. അതായത് infection control obligations തന്നെ ഉത്തരവാദിത്തം അല്ലെ. അപ്പം ഇവർക്ക് ഇതിന്റെ ഉത്തരവാദിത്തത്തെ പറ്റി എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു ഇമെയിൽ പ്രാക്ടീഷണർക്ക് അയച്ചിരിക്കുന്നത്. അതെന്തിനാണ് നമുക്ക് ചെക്ക് ചെയ്യാം. Email from Dental Board of Australia. Dear practitioner, you may aware of the recent media and public interest in standards of infection control in dental practice. നിങ്ങൾക്കൊരു പക്ഷേ അവെയർ ആയിരിക്കാം, ബോധവാന്മാരായിരിക്കാം. എന്തിനെപ്പറ്റി? ദ റീസെന്റ് മീഡിയ ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഈ അടുത്ത കാലത്ത് മീഡിയയ്ക്കും അതായത് മാധ്യമങ്ങൾക്കും സമൂഹത്തിനുമുള്ള ഇൻട്രസ്റ്റ്. എന്തിനുള്ള ഇൻട്രസ്റ്റ്? ഇൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ഡെന്റൽ പ്രാക്ടീസ്. ഡെന്റൽ പ്രാക്ടീസ് അതായത് ദന്ത രോഗ വിഭാഗത്തിൽ ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ആ ഒരു മുൻകരുതലുകളെ പറ്റി ഈ അടുത്ത കാലത്ത് സമൂഹത്തിന് മാധ്യമങ്ങൾക്കും വന്നിട്ടുള്ള ഇൻട്രസ്റ്റ്, താല്പര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. As regulators of this profession, we are concerned that there has been doubt among registered dental practitioners about these essential standards. As regulators of the profession, ഈ ഒരു പ്രൊഫഷന്റെ റെഗുലേറ്റേഴ്സ് എന്ന നിലയ്ക്ക്, അതായത് ഈ ഒരു പ്രൊഫഷന്റെ നിയന്ത്രിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് വി ആർ കൺസേൺഡ്, ഞങ്ങൾ വളരെ കൺസേൺഡ് ആണ്, വ്യാകുലരാണ്. എന്തിനെപ്പറ്റി? Concerned that there has been doubt among the registered dental practitioners about this essential standards. അതായത് ഈ ഡെന്റൽ പ്രാക്ടീഷണേഴ്സ് ഈ പറയുന്ന എസെൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ, ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ എന്താണ്, കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, കൺസേൺഡ് ആണ്. Registered dental practitioners must comply with national board's guidelines or infection control. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഡെന്റൽ പ്രാക്ടീഷണേഴ്സ് മസ്റ്റ് കംപ്ലൈ. കംപ്ലൈ എന്ന് പറഞ്ഞാൽ ഒബേ, അനുസരിക്കുക അല്ലെ. രജിസ്റ്റേർഡ് ഡെന്റൽ പ്രാക്ടീഷണേഴ്സ് മസ്റ്റ് കംപ്ലൈ, അതായത് രജിസ്റ്റേർഡ് ഡെന്റൽ പ്രാക്ടീഷണേഴ്സ് തീർച്ചയായിട്ടും ഒബേ ചെയ്യണം, അനുസരിക്കണം. എന്ത്? കംപ്ലൈ, ഒബേ മീൻസ് അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയാൻ സാധിക്കും. വിത്ത് ദ നാഷണൽ ബോർഡ്സ് ഗൈഡ് ലൈൻ ഓർ ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ ഒരു നാഷണൽ ബോർഡ്സ് ഗൈഡ് ലൈൻസ് ഉണ്ട് ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റി. ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിനെ പറ്റിയുള്ള ഈ ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം രജിസ്റ്റേർഡ് ഡെന്റൽ പ്രാക്ടീഷണേഴ്സ് വർക്ക് ചെയ്യാനായിട്ട്. ദ ഗൈഡ് ലൈൻസ് ലിസ്റ്റ് ദ റെഫറൻസ് മെറ്റീരിയൽസ് ദാറ്റ് യു മസ്റ്റ് ഹാവ് ആക്സസ് ടു ആൻഡ് കംപ്ലൈ വിത്ത്, including the National Health and Media Research Council guidelines for prevention and control of infection in healthcare. The guidelines list the reference materials. ഈ ഒരു ഗൈഡ്ലൈൻസ് നമുക്കൊരു റെഫറൻസിന്റെ കുറേ റെഫറൻസ് മെറ്റീരിയൽസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലെവിടെയുള്ളതാണ്? ദാറ്റ് യു മസ്റ്റ് ഹാവ് ആക്സസ്, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റുന്നത്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിൽ NHMRC ഗൈഡ് ലൈൻസ്. ഈ പറയുന്ന NHMRC ഗൈഡ് ലൈൻസിലേക്ക് നിങ്ങൾക്കൊരു ആക്സസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഈ ആക്സസ് ഉണ്ടാക്കി നമ്മളിത് പഠിക്കുന്ന എന്തിനാണ്? ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഹെൽത്ത് കെയർ. അതായത് ഹെൽത്ത് കെയർ സെക്ടറിൽ, ആരോഗ്യ മേഖലയിൽ ഇൻഫെക്ഷൻ എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞു തരും. We believe that most dental practitioners consistently comply with these guidelines and implement appropriate infection control protocols. We believe that. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? Most of the dental practitioners consistently comply with these guidelines. അതായത് ഭൂരിഭാഗവും ഡെന്റൽ പ്രാക്ടീഷണേഴ്സും തുടർച്ചയായി ഈ പറയുന്ന ഗൈഡ് ലൈൻസിൽ വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And implement appropriate infection control practices അല്ലെങ്കിൽ protocols. ഇത് വിശ്വസിക്കുക മാത്രമല്ല, അനുസരിക്കുക മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നു? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു, പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും
The consequence for non-compliance with appropriate infection control measures will be significant for you and also for your patients and the community. ഇനി നമ്മളിത് പ്രാവർത്തികമാക്കുന്നില്ല NHMRC പറയുന്ന ഗൈഡ് ലൈൻസിൽ പറയുന്ന പ്രിവെൻഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ കൺട്രോൾ മെത്തേഡ്സ് നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ കോൺസിക്വൻസ് ഫോർ നോൺ കംപ്ലയൻസ് അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് എന്താണ്? will be significant for you and also for your patients and the community. അതിൻ്റെ പാർശ്വഫലങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ പേഷ്യൻസിനും, അതായത് നിങ്ങളുടെ രോഗികൾക്കും ആൻഡ് ദ കമ്മ്യൂണിറ്റി, ഈ പറയുന്ന സമൂഹത്തിനും ബാധകമാണ്. ഇമെയിൽ ഫ്രം ഡെന്റൽ ബോർഡ് ഓഫ് ഓസ്ട്രേലിയ. എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ഈ ഇമെയിൽ വന്നേക്കുന്നത് ഡെന്റൽ ബോർഡ് ഓഫ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. The purpose of the email to practitioner about infection control obligations is to, ഈ ഒരു ഇമെയിലിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് നോക്കാം. ഈ ഓപ്ഷൻ പറയുന്ന ആക്ട് ആസ് എ റിമൈൻഡർ ഓഫ് ദെയർ ഒബ്ലിഗേഷൻസ്, അതായത് ഡെന്റൽ പ്രാക്ടീഷണർക്കുള്ള അവരുടെ ഉത്തരവാദിത്തത്തെ പറ്റിയുള്ള ഒരു റിമൈൻഡർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അതാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിൽ വളരെ ക്ലീൻ ആയിരിക്കണം. അതിൽ ഈ രജിസ്റ്റേഡ് ഡെന്റൽ പ്രാക്ടീഷണേഴ്സ് ആ പറയുന്ന നിയമങ്ങൾ അനുസരിക്കണം. അവരുടെ ഗൈഡ് ലൈൻസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിലിൻ്റെ ഗൈഡ് ലൈൻസിന് എങ്ങനെ ആക്സസ് ചെയ്യാം, അത് ആക്സസ് ചെയ്തിട്ട് അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നൊക്കെ ഡീറ്റെയിലിംഗ് പറയുന്നുണ്ട്. അപ്പം ആക്ട് ആസ് എ റിമൈൻഡർ ഓഫ് ദർ ഒബ്ലിഗേഷൻസ്, അതായത് ഇവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി ഒരു ഓർമ്മപ്പെടുത്തൽ. ശരിക്കും അങ്ങനത്തെ കാര്യം അതിനകത്തുണ്ടല്ലേ, മൊത്തം എല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമുക്ക് എ ഓപ്ഷൻ അവിടെ നിർത്തുവാണ്. നമ്മൾ വി ആർ നോട്ട് റിപ്പീറ്റിംഗ് ദാറ്റ് വൺ. ഒരു ക്വയറി ആയിട്ട് നിർത്തിയിട്ട് ബിയിലേക്ക് പോകാം. റെസ്പോണ്ട് ടു എ സ്പെസിഫിക് ക്വയറി ദാറ്റ് ഹാസ് റേസ്ഡ്, അതായത് ഇതൊരു പ്രതികരണമാണ്. എന്തിനെ പറ്റിയുള്ള പ്രതികരണം? ടു എ സ്പെസിഫിക് ക്വയറി ദാറ്റ് ഹാസ് റേസ്ഡ്, അതായത് ഉയർന്നു വന്ന ഒരു ചെറിയ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ്. ഇവിടെ ഒരു പ്രത്യേക ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഇവിടെ പറയുന്നത് ഒരു മൊത്തത്തിലൊരു കാര്യം പറയുന്നത് അല്ലേ. അതായത് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കൺട്രോൾ ചെയ്യാറുള്ള വഴികൾ, കൺട്രോൾ ചെയ്തില്ലെങ്കിലുള്ള ദോഷവശങ്ങൾ, അല്ലാതെ ഒരു പ്രത്യേകം സ്പെസിഫൈ ചെയ്തൊരു കാര്യം പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നു. സിയിലേക്ക് പോകുന്നു. അനൗൺസ് എ ചേഞ്ച് ഇൻ റെഗുലേഷൻസ് അഫക്റ്റിംഗ് ദം, അതായത് നിയമത്തിൽ വന്നൊരു മാറ്റം. നമ്മളിത് മൊത്തം വായിച്ചു നോക്കിയാൽ അങ്ങനത്തെ മാറ്റം നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല അല്ലേ. അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇനി മുതൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മാറ്റത്തെ പറ്റി ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ സിയും ഡിലീറ്റ് ചെയ്യുന്നു. അപ്പം ഫൈനലി നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ആക്ട് ആസ് എ റിമൈൻഡർ ഓഫ് ദർ ഒബ്ലിഗേഷൻസ്. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ളൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഈ ഇമെയിൽ ഡെന്റൽ ബോർഡ് ഓഫ് ഓസ്ട്രേലിയ അയച്ചിരിക്കുന്നത്. Clear? If you feel any doubt, please contact us. Thank you.